വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് പി എസ് ജിക്ക് എന്ത് വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സൂപ്പർ സ്റ്റാർ ഇൻഡിവിജ്വൽസിൻ്റെ ടീമിൽ നിന്നും ഒരു ഫുട്ബോൾ ടീം എന്നുള്ള നിലയിലേക്ക് പി എസ് ജി മാറി എന്നുള്ളതാണ്. ലിവർപൂളിനെ രണ്ട് ലെഗിലും, എസ്പെഷ്യലി ലിവർപൂൾ ഇത്രയും ഫോമിൽ നിൽക്കുന്ന സമയമാണ്. അവർ ലീഗിൽ 1-ാം സ്ഥാനത്ത്, ചാമ്പ്യൻ സെലക്ട് ആണ്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലും 1-ാം സ്ഥാനത്ത് നിന്ന ടീമാണ്. അപ്പോൾ ആ ടീമിനെയാണ് രണ്ട് ലെഗിലും ഡോമിനേറ്റ് ചെയ്ത് തോപ്പിച്ചു എന്നുള്ളതാണ്. പെനാൽറ്റി വരെ പോയി, എന്നാൽ പോലും പെനാൽറ്റി വരെ പോകേണ്ട മത്സരങ്ങളായിരുന്നില്ല. അതിനു മുമ്പേ തന്നെ പി എസ് ജി ജയിക്കേണ്ട കളികളായിരുന്നു. അപ്പോൾ എന്തായാലും ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു ലൂയിസ് എൻറിക്കെ. കാരണം അദ്ദേഹം സ്പെയിൻ ടീമിനെ വെച്ച് അവർ തകർന്നു കിടന്ന സമയത്ത്, അല്ലെങ്കിൽ എങ്ങും എത്തിപ്പെടില്ല എന്ന് തോന്നിയൊരു സമയത്ത് അദ്ദേഹം സ്പെയിൻ ടീമിനെ പൊക്കിക്കൊണ്ട് വന്നു. ട്രോഫികൾ അടിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാര്യമായിട്ട് കാണാമായിരുന്നു. ഒരു യങ് സ്ക്വാഡിനെ വെച്ചിട്ട് അദ്ദേഹം വരുത്തിയ ചേഞ്ചുകളും, അല്ലെങ്കിൽ അവർക്ക് ഓവറോൾ ടൂർണമെൻറ്റുകളിലൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് പറയുന്ന പോലത്തെ സെയിം ഒരു സംഗതിയാണ് ഇപ്പോൾ അദ്ദേഹം പി എസ് ജിയിലും ചെയ്യുന്നത്. അവർ ആ ഒരു സൂപ്പർ സ്റ്റാർ ഇൻഡിവിജ്വൽസിൽ നിന്നും മാറി. ഇപ്പോൾ അൽ ഖലീഫ ആണെങ്കിലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ദിസ് സീസൺ സ്റ്റാർ ഈസ് ദ ടീം. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരം പറയാനില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പാഠം പഠിച്ചു എന്നുള്ളതാണ്. ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഫൈനലി റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ പി എസ് ജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന വിങ്ങേഴ്സിനെ കാണാം. ക്വരറ്റ്ഷീലിയൊക്കെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, ഡിഫൻസിൽ വന്ന് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു. എംബാപ്പയൊക്കെ എപ്പോഴും ചെയ്ത് കണ്ടിട്ടുള്ള കാര്യമാണോ? ഒരിക്കലും ഇല്ല. അപ്പം നെയ്മാർ, എംബാപ്പെ, മെസ്സി ട്രയോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഡിഫൻസീവ് ഔട്ട്പുട്ടല്ല ഇപ്പോഴത്തെ അറ്റാക്കേഴ്സ് ഇടുന്ന ഡിഫൻസീവ് ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഡെംബലയുടെ കാര്യം പ്രത്യേകം പറയണം. കാര്യം ഒരു കാലത്ത് ഫുട്ബോളിലെ വണ്ടർ കിഡ് ആയിരുന്നു. വലിയ തുകയ്ക്കാണ് ബാർസലോണയിലേക്ക് പോയത്. പിന്നെ നമുക്കറിയാം സ്ഥിരം ഇഞ്ചുറി ആയിരുന്നു, ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറി അങ്ങനെ മാറാത്തൊരു ഇഞ്ചുറിയാണ്. പക്ഷേ പി എസ് ജിയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആകെ കളിക്കാതിരുന്നത് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2 സീസണായിട്ട് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒന്നും ഡെംബലയ്ക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രോമിസിങ് വണ്ടർ കിഡിൽ നിന്നും റെഗുലറായിട്ട് ടീമിന് ഡെലിവറി ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടീം പ്ലെയറായി മാറിയത്, അല്ലെങ്കിൽ മെച്ചോർഡ് പ്ലെയറായി മാറിയത് ഇപ്പോഴാണെന്ന് പറയാം. ഇപ്പോൾ ഈ സീസണിലാണെങ്കിലും ലീഗിൽ 23 മത്സരങ്ങളിൽ 20 ഗോളും 5 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ 7 ഗോളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഡെംബലയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസണിലൂടെയാണ് പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യാനുള്ളത് പി എസ് ജിയുടെ മിഡ്ഫീൽഡിനെ കുറിച്ചിട്ടാണ്. എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിൻ്റെ യൂത്തും എനർജി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വിട്ടീഞ്ഞ കിടിലൻ പെർഫോമൻസ് ആണ് വിട്ടീഞ്ഞ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രസ് റെസിസ്റ്റൻസ്, കമ്പോഷർ, അതുപോലെ തന്നെ 2 ലെഗിലാണെങ്കിലും ഒരൊറ്റ എന്താ പറയുക, നെവർ പുട്ട് എ ഫുട്ട് റോങ് എന്ന് തന്നെ പറയാം. അത്രയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നെവസ് ആണെങ്കിലും ഉഗ്രം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഒപ്പം ഫാബിയാൻ റൂയിസ് എന്ന് പറയുന്ന ക്ലാസ് പ്ലെയറിൻ്റെ എക്സ്പീരിയൻസും കൂടി ആകുമ്പോൾ ഒരു അടിപൊളി മിഡ്ഫീൽഡ് ട്രയോ ആണ് ഇപ്പോൾ പി എസ് ജിക്ക് ഉള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ ഡിഫൻസിൽ നുനോ മെൻഡസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിൽ ഡൊണ്ണരുമ 2 മികച്ച പെനാൽറ്റി സേവിലോടുകൂടി ഒരിക്കൽ കൂടി അദ്ദേഹം ഇംഗ്ലീഷ് സോയിലിൽ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂറോ കപ്പ് ഫൈനലിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു മാസ്റ്റർ ക്ലാസ് ഇൻ ഇംഗ്ലീഷ് സോയിൽ എന്ന് പറയാം. ഈ ഡൊണ്ണരുമ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഗോൾ കീപ്പറാണ്. മികച്ച സേവുകളൊക്കെ നടത്തും, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ബിലോ പാർ എന്ന് തന്നെ പറയാം. അപ്പം അന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ ഡിസ്ട്രിബ്യൂഷൻസൊക്കെ മോശമായിരുന്നു. പക്ഷേ ഒരു ഗോൾ കീപ്പറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്യുക, പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോഴും ഇങ്ങനെ ചർച്ചകളാവുന്ന ഒരു കാര്യമാണ്, ഗോൾ കീപ്പറാണോ മോഡേൺ ഫുട്ബോളിന് ആവശ്യം, പക്ഷേ സേവ് ചെയ്യുന്ന ഗോൾ കീപ്പറാണ് ആവശ്യം എന്നുള്ള കാര്യം. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ഇന്നലത്തെ രക്ഷകൻ കഴിഞ്ഞ ആഴ്ച ആലിസൺ ആയിരുന്നെങ്കിൽ ഈ ആഴ്ച രക്ഷകൻ എന്ന് പറയുന്നത് ഡൊണ്ണരുമയായിരുന്നു. എന്തായാലും ഈ പി എസ് ജി ടീമിൻ്റെയും എൻറിക്കയുടെ സ്പെയിൻ ടീമിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗോൾ അടിക്കാനായിട്ട് ആൾക്കാരുണ്ടായില്ല എന്നുള്ളതാണ്. ക്ലിനിക്കലായിട്ടുള്ള ആൾക്കാർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നേറിപ്പോയി ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് നേടാനൊക്കെ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ എന്തായാലും അടുത്ത മത്സരം മിക്കവാറും ആസ്റ്റൺ വില്ല ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെമിയിലേക്ക് നല്ലൊരു പാത്ത് പി എസ് ജിക്ക് ഒരുങ്ങി വരുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എവിടം വരെ പി എസ് ജി പോവും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.